നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. ശിലാ മ്യൂസിയത്തിൻ്റെ ഈ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് അവിടെ ഈ ഔഷധ സസ്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തെങ്ങമത്ത് നിന്ന് JMB തെങ്ങമം, നമ്മുടെ കേരള കൗമുദിയുടെ പത്രാധിപനും അതുപോലെ തന്നെ തെങ്ങമൻ രാഘവൻ സാറും ഇവിടെ സ്കൂളിൽ അദ്ദേഹം ഒരു 8 വർഷം മുമ്പ് പഠിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ പരിചയത്തിൽ ഞങ്ങളിവിടെ പിന്നെ ഈ വനമേഖലയിൽ എത്തിയതാണ്. ഈ നെല്ലിനെക്കുറിച്ച്, ഈ നെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നൂരി നെല്ലെന്ന് പറയും. അന്നൂരി നെല്ലെന്ന് പറഞ്ഞാൽ രാവിലെ കുടം വന്ന് ഉച്ചയ്ക്ക് അത് പകുതി ഭാഗമായി വൈകിട്ട് അത് വിളഞ്ഞിട്ട് പൊഴിഞ്ഞു പോരുമെന്നുള്ള ഒരു രീതിയാണ് ഈ നെല്ല്. ഈ നെല്ലിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തും ഇത് കാണപ്പെടുന്നില്ല. ഈ ഒരു വനമേഖല മാത്രമാണ് ഇതുള്ളത്. ഇത് പിന്നെ അഞ്ചൽ കഴിഞ്ഞ് ഈ സ്ഥലപ്പേര് കറക്റ്റായിട്ട് എവിടെയായിരുന്നത്? മടത്തറയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ്. വിതുരയിൽ നിന്നും തന്നെ അടുത്ത് തന്നെയാണ്. ഏകദേശം പിന്നെ വേങ്കല്ല എന്ന് പറയുന്ന സ്ഥലം. ഈ ക്ഷേത്രത്തിന്റെ പേരെന്തായിരുന്നു? ശാസ്താനട എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, വനത്തിലൊരു അയ്യപ്പ ക്ഷേത്രമാണ്. അരിപ്പയ്ക്കടുത്ത് ഇത് ശാസ്താനട എന്ന് പറയുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. വളരെ പ്രകൃതിയായിട്ടുള്ള ഒരു വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഏകദേശം ഞങ്ങളൊരു 5 കിലോമീറ്റർ ദൂരത്തിൽ പോയിട്ടാണ് ഈ പിന്നെ നെല്ലുകൾ ഇത്ര ശേഖരിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ കണ്ടത്തിൽ ചെയ്യുന്ന കൃഷി പോലല്ല, വനത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് ഈ നെല്ലിനെല്ലാം വളരെ വളരെ മൂല്യമായിട്ടുള്ള മെഡിസിൻ വാല്യൂ ഉള്ള ഒരു നെല്ലാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ ഈ വസൂരി വരുന്ന സമയത്ത് ഇതിനെ കഞ്ഞി വെച്ച് കുടിക്കുകയും അതുപോലെ ഇതിൻ്റെ ഇലയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വസൂരി മാറിയത്. അതുപോലെ എല്ലാ മെഡിസിനും വലിയൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട്, കാരണം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആണ് ഇദ്ദേഹം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയും. ഇത് എന്ന് പറയുമ്പോൾ കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ നമ്മൾ കിട്ടിയത് വലിയൊരു ഉപകാരവും ഒരു സന്തോഷവുമായി. കാരണം ഇത് വലിയ വലിയ വന മേഖലകളിൽ കിട്ടും. അത് കിട്ടിയത് തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഇത് ഇപ്പം ഇത്രയും കിട്ടി. ഇനി അത് ഉള്ളിടത്തേ ഉള്ളൂ, ഇല്ലാത്ത സ്ഥലങ്ങൾ കാണുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇവിടെ വന്ന് എന്നോട് പറയാം, അതിൻ്റെ അറിവ് ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുകയും അവരിൽ നിന്ന് ഉള്ള ബോധം നമുക്കും തരികയും അങ്ങനെ ഞങ്ങൾ പോയി ഇത്തിരി സാധനം ഞങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾ ശാസ്താനട ക്ഷേത്രത്തിൻ്റെ അവിടെ ആണ് ഇത് പറിച്ചെടുത്തത്. ഇതതുപോലെ തന്നെ ഇതെങ്ങനെയാ രാവിലെ കുടം വന്ന് വൈകിട്ട് അതൊന്ന് പറഞ്ഞാൽ? ഇത് രാവിലെ കുടം വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വിടർന്ന് വെച്ച് അത് പൂവ് കാണും. ആ നെല്ലിൽ പൂവ് കാണും. ഒരു 10-11 മണിയാകുമ്പോൾ ആ പൂവ് തൊഴിഞ്ഞിട്ട് അത് അരിയായി വൈകുന്നേരമാകുമ്പോൾ അത് പഴുത്ത് തൊഴിഞ്ഞു പോകും. അല്ലെങ്കിൽ കാട്ടുകോഴി ഉരുവ് തിന്നും. ഇങ്ങനെയൊക്കെയാണ് ഇത്. വേറെ ഒരു പേരുണ്ടല്ലോ, കോഴിനെല്ല്. 2 പേരാണ്, കോഴിനെല്ലും അണ്ണൂരിയും. ഇത് വളരെ വളരെ വിശിഷ്ടമായിട്ടൊരു നെല്ലാണ്. ഇതിപ്പോൾ നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ ഇതിനെ ചെറുതായിട്ട് നമ്മൾ നട്ടു വളർത്തി. കാരണം ഈ മലമേഖലയിൽ വരാൻ കുറച്ച് പാടുള്ളതാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് നേരിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ എത്തുന്നവർക്ക് ഇത് നമുക്ക് നല്ല രീതിയിൽ കണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു വിവരണവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരോടെല്ലാം നമ്മൾ ഒത്തിരി ആൾക്കാരോട് ഇതിൻ്റെ വിവരണങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അപ്പം ജയൻചേട്ടൻ ഇതിനെക്കുറിച്ചൊരു 4 വർഷം മുമ്പ് ഒരു വാർത്ത ചെയ്യാനായിട്ട് നിന്നായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ചെയ്യുന്ന രീതി കൊണ്ടാണ് നമ്മളിപ്പം ഇവിടെ എത്തി ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് പഠിക്കുന്നതും. കാരണം ഇത് കാർഷിക ഗവേഷകരോടും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെല്ലാം അതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള മറ്റു ആളുകളോടൊക്കെ 4 വർഷം മുമ്പ് അന്വേഷിച്ചപ്പോഴും അവർക്ക് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതൊരു നെൽവർഗ്ഗമാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുപോലുള്ള അറിവുകളും നമുക്ക് അറിവുകളെന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള അറിവുകളാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുക.